15. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. തെല്ല് നേരത്തേക്ക് എനിക്ക് കോപം കൊണ്ട് കണ്ണ് കാണാതായി. ലൂസി ജീവനോടെ ഇരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചതുപോലെയായിരുന്നു ആ വാക്കുകൾ. ശക്തിയിൽ മേശപ്പുറത്തടിച്ചുകൊണ്ട് ചാടി എണീറ്റ് ഞാൻ അലറി, "ഡോക്ടർ വാൻ ഹെൽസിംഗ്, താങ്കൾക്ക് ഭ്രാന്താണോ?" അദ്ദേഹം തലയുയർത്തി എന്നെ നോക്കി. ആ മുഖത്ത് സ്ഫുരിച്ചിരുന്ന സാരല്യം എന്നെ ശാന്തനാക്കി. "ഓ, അങ്ങനെ ആയിരുന്നെങ്കിൽ," അദ്ദേഹം തുടർന്നു. "ഇത്തരം സത്യങ്ങൾ കേട്ട് സഹിക്കുന്നതിൽ ഭേദം ഭ്രാന്തു പിടിക്കുന്നതാണ്." "ഓ എൻ്റെ സുഹൃത്തെ, ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ വളരെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഈ ചെറിയ കാര്യം പറയാൻ അത്രയും വലിയൊരു മുഖവുരയുടെ ആവശ്യം എന്താണ്? ഞാൻ നിങ്ങളെ വെറുക്കുന്നുവെന്നതുകൊണ്ടാണോ? ഈ ജീവിതകാലം അത്രയും നിങ്ങളെ വെറുത്തുവെന്നതുകൊണ്ടാണോ? നിങ്ങളെ വേദനിപ്പിക്കണമെന്നാഗ്രഹിച്ചാണോ? ഭയാനകമായ മരണവക്ത്രത്തിൽ നിന്ന് താങ്കൾ അന്ന് എന്നെ രക്ഷിച്ചതിന് ഇത്രയും കാലം കഴിഞ്ഞ് പകരം വീട്ടാൻ വേണ്ടിയാണോ? അല്ല." "എനിക്ക് മാപ്പ് തരൂ," ഞാൻ പറഞ്ഞു. അദ്ദേഹം തുടർന്നു, "അത്രയും കരുതലോടുകൂടിയേ ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താവൂ എന്ന് കരുതിയാണ്. കാരണം നിങ്ങൾ അവളെ പ്രേമിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മൂർത്തമായ പരമാർത്ഥങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്നത് എപ്പോഴും വിഷമമാണ്. പ്രത്യേകിച്ചും ലൂസിയെപ്പറ്റിയാവുമ്പോൾ അത് കുറെ കൂടി വേദനാജനകമാകുന്നു. ഇന്ന് രാത്രി ഞാനത് തെളിയിക്കാൻ പോവുകയാണ്. എൻ്റെ ഒരുമിച്ച് വരാൻ ധൈര്യമുണ്ടോ?" ഇതെന്നെ മരവിപ്പിച്ചു കളഞ്ഞു. ഇത്തരം സത്യങ്ങൾ തെളിയിക്കപ്പെടാൻ മനുഷ്യർ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ഞാൻ ശങ്കാധീനനായത് അദ്ദേഹം ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, "എൻ്റെ വാദം വളരെ സരളമാണ്. ഭ്രാന്തൻ്റെ വാദങ്ങളല്ല. അത് വാസ്തവമല്ലെന്നുണ്ടെങ്കിൽ സമാധാനമായി. സത്യമാണെങ്കിൽ, ഓ, അത് ഭയങ്കരമാണ്. എന്നാൽ ഓരോ ഭയങ്കരതയും എൻ്റെ നിഗമനങ്ങളെ സഹായിക്കുകയുള്ളൂ. കാരണം അതിൽ വിശ്വസിക്കേണ്ടതായി ചില അംശങ്ങളുണ്ട്. കേൾക്കൂ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ആദ്യമായി നമുക്ക് പോയി ആസ്പത്രിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കാണുക. അവിടുത്തെ ഡോക്ടർ എൻ്റെ സുഹൃത്താണ്. താങ്കളുടെയും സുഹൃത്താവുമെന്ന് കരുതുക. ഈ കേസ് അദ്ദേഹം നമ്മെ കാണാൻ അനുവദിക്കാതിരിക്കുകയില്ല. നമുക്ക് അദ്ദേഹത്തോട് യാതൊന്നും പറയണ്ട. പഠിക്കാനുള്ളത് നോക്കി കാണുക മാത്രം. പിന്നെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു താക്കോൽ പുറത്തെടുത്ത് ഉയർത്തിപ്പിടിച്ചു. "പിന്നെ നാം രണ്ടുപേരും ഇന്ന് രാത്രി അവിടെ പള്ളിമുറ്റത്ത് ലൂസി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് കഴിച്ചുകൂട്ടണം. ശവക്കല്ലറയുടെ പൂട്ടിൻ്റെ താക്കോലാണിത്. ഞാനിത് ആർദ്രയെ ഏൽപ്പിക്കാമെന്നേറ്റ് വാങ്ങിയതാണ്." എൻ്റെ ഹൃദയം മരവിച്ച പോലെ തോന്നി. കാരണം ഞങ്ങൾ അതിഭയങ്കരമായ ഒരു പരീക്ഷണത്തെ നേരിടാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുമായിരുന്നില്ല. നേരം സന്ധ്യയോടടുക്കുകയായിരുന്നു. തെല്ലു ധൈര്യം സംഭരിച്ച് താമസിയാതെ പുറപ്പെടാമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ആ കുഞ്ഞ് ഉണർന്നു കിടക്കുകയായിരുന്നു. നന്നായി ഒന്നുറങ്ങി, കുറേ ഭക്ഷണം കഴിച്ചു, ആകപ്പാടെ സുഖപ്പെട്ടു വരികയാണ്. ഡോക്ടർ അതിൻ്റെ തൊണ്ടയിൽ നിന്ന് കെട്ടഴിച്ച് അവിടുത്തെ മുറിപ്പാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ലൂസിയുടെ തൊണ്ടയിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ. അല്പം ചെറിയവയാണ്. പഴക്കം തട്ടിയിട്ടില്ല, അത്രമാത്രം. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു. എലിയോ മറ്റോ കടിച്ചതാവാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലണ്ടനിലെ വടക്കൻ പ്രദേശങ്ങളിൽ സമൃദ്ധിയായി കണ്ടുവരുന്ന കടവാതിലുകളിൽ ഒന്നാകാം എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പൊതുവിൽ അവ നിരുപദ്രവകാരികളാണ്, അദ്ദേഹം പറഞ്ഞു. പക്ഷേ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഉണ്ടായേക്കാം കുറെ ആപൽക്കാരികളായി. അല്ലെങ്കിൽ മൃഗശാലയിൽ നിന്ന് ഒരു കടവാതിൽ രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കാം. അതൊരുപക്ഷേ രക്തരക്ഷസുകൾ വളർത്തുന്നതാണെന്നും വരാം. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. കേൾക്കൂ, 10 ദിവസം മുമ്പാണ് ഒരു ചെന്നായ മൃഗശാലയിൽ നിന്ന് ചാടിപ്പോവുകയും തിരിച്ചു വരികയും ചെയ്തു. അടുത്ത ആഴ്ച മുതൽക്ക് തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ രാത്രി അലഞ്ഞു നടക്കാനും ചേച്ചിയുടെ കഥ പറയാനും തുടങ്ങിയത്. ഈ കൊച്ചു ചെറുക്കനും കൂടി ഇന്ന് ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ഞാൻ പോവട്ടെ എന്നാണ് നഴ്സിനോട് ചോദിച്ചത്. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് തനിക്ക് ചേച്ചിയുടെ കൂടെ കളിക്കണമെന്ന്. ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയക്കുമ്പോൾ കർശനമായ കാവൽ ഏർപ്പെടുത്തണമെന്ന് രക്ഷിതാക്കന്മാരോട് പറയുമല്ലോ, വാൻ ഹെൽസിംഗ് തുടർന്നു. "ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ആപൽക്കരമാണ്. ഇനി ഒരു രാത്രി കൂടി ഇങ്ങനെ നടക്കാനിടയായാൽ അതിൻ്റെ ഫലം തീർച്ചയായും ഖേദകരമായിരിക്കും. പക്ഷേ കുറച്ച് ദിവസത്തിനെങ്കിലും ഇതിനെ ഇവിടെ നിന്ന് വിട്ടയക്കുകയുണ്ടാവില്ല." "ഉവ്വോ?" "തീർച്ചയായും ഇല്ല. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും പിടിക്കും. മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ അതിലും കൂടുതലാവുകയേ ഉള്ളൂ."
ഞങ്ങളുടെ ആസ്പത്രി സന്ദർശനം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സമയമെടുത്തു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഇനി ബന്ധപ്പെടേണ്ടതില്ല. സമയം ഞാൻ വിചാരിച്ചതിലും കൂടുതലായി. ഇനി നമുക്ക് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കുക. അതിനുശേഷം തുടരാം. ഞങ്ങൾ അടുത്ത ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് ഏതാണ്ട് 10 മണിയോടെ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ചുറ്റും അന്ധകാരമയമായിരുന്നു. അങ്ങിങ്ങായി ചെറിയ വിളക്കുകൾ മങ്ങി മങ്ങി ഇരിഞ്ഞുകൊണ്ടിരുന്നത് അതിനപ്പുറത്തെ ഇരുട്ടിന് കാഠിന്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. പ്രൊഫസർക്ക് ഏതിലെയാണ് പോകേണ്ടതെന്ന് യാതൊരു സംശയവുമില്ലാത്തതുപോലെ തോന്നി. പക്ഷേ എനിക്ക് തീരെ സ്ഥലബോധമുണ്ടായിരുന്നില്ല. മുന്നോട്ടു പോകുന്തോറും തെരുവിൽ ആൾക്കാർ കുറഞ്ഞു വന്നു. ഒടുവിൽ ഗ്രാമപ്രദേശങ്ങളെ ചുറ്റി കാവൽ നടക്കുന്ന കുതിര പോലീസുകാരെ കാണായി. ഞങ്ങൾ പള്ളിവളപ്പിൻ്റെ മതിലിനരികിലെത്തി. പൊത്തിപ്പിടിച്ച് കയറിക്കടന്ന് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വളരെ വിഷമിച്ചാണ് ഞങ്ങൾ ലൂസിയുടെ കുടുംബക്കാരുടെ ശവം വയ്ക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. പ്രൊഫസർ താക്കോലെടുത്തു. വാതിൽ ഒരു ഞരക്കത്തോടെ തുറന്നു. അദ്ദേഹം പിന്നോക്കം മാറി നിന്ന് തികച്ചും അപ്രതീക്ഷിതമായി എന്നോട് മുമ്പിൽ നടക്കാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം എൻ്റെ പുറകെ വന്നു. വളരെ ആദരവോടെ അകത്തെ വാതിലും തുറന്നു. തൻ്റെ ബാഗിൽ കൈയിട്ട് തപ്പി ഒരു തീപ്പെട്ടിയും മെഴുകുതിരിയും എടുത്ത് അത് കൊളുത്തി. കുഴിമാടങ്ങൾ പകൽ വെളിച്ചത്തിൽ പുഷ്പഹാരാർപ്പിതമായ നിലയിൽ കാണുന്നത് തന്നെ വേദനാജനകവും ഉൾക്കമ്പമുണ്ടാക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളായി. പൂക്കളെല്ലാം വാടിക്കരിഞ്ഞു. അവയുടെ നിറം മങ്ങി. പൊടി നിറഞ്ഞു. ചിലന്തിവല മൂടി. കല്ലും സിമൻറ്റും കൂടി നിറം മാറിയിരിക്കുന്നു. ആ മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ രംഗം ആകപ്പാടെ ബീഭത്സമായി തോന്നി. വാൻ ഹെൽസിംഗ് തൻ്റെ നിയതമായ പ്രവൃത്തി ആരംഭിച്ചു. മെഴുകുതിരി ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ലൂസിയുടെ ശവപ്പെട്ടി തിരഞ്ഞുപിടിച്ചു. തൻ്റെ ബാഗിൽ ഒരിക്കൽ കൂടി തിരഞ്ഞ് അദ്ദേഹം ഒരു സ്ക്രൂ ഡ്രൈവർ പുറത്തെടുത്തു. താങ്കൾ എന്താണ് ചെയ്യാൻ ഭാവിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഈ ശവപ്പെട്ടി തുറക്കാൻ. എന്നാലേ നിങ്ങൾ വിശ്വസിക്കൂ. അദ്ദേഹം ആണികളെല്ലാം അഴിച്ച് മൂടി തുറന്നു. അടിയിലെ ഈയം കൊണ്ടുള്ള പൊതിച്ചൽ വ്യക്തമായി കണ്ടു. എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൈപിടിച്ച് അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾ ക്ഷമിക്കൂ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ബാഗിൽ നിന്ന് വീണ്ടും ഒരു വെട്ടുകത്തി എടുത്തു. എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ആഞ്ഞൊന്ന് കൊത്തി. കത്തിയുടെ വായ്ത്തല കടക്കാൻ തക്കവണ്ണം ഒരു ദ്വാരമുണ്ടാക്കി. ഞാൻ അമ്പരന്നു പോയി. ഒരാഴ്ചയോളം പഴകിയ ശവത്തിൻ്റെ രൂക്ഷഗന്ധം മൂക്കിലടിച്ചു കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഡോക്ടർമാർക്ക് അത്തരം അനുഭവങ്ങൾ പരിചിതങ്ങളാണ്. ഞാൻ വാതിലിനരികിലേക്ക് മാറി. പക്ഷേ പ്രൊഫസർ ഒരു നിമിഷം അമാന്തിച്ചില്ല. അദ്ദേഹം ഒരു വശത്തുകൂടി വീണ്ടും കൊത്തിക്കീറി ഒരു വലിയ ദ്വാരമുണ്ടാക്കി. മെഴുകുതിരി ഉയർത്തിപ്പിടിച്ച് എന്നോട് എത്തി നോക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ അരികിലേക്ക് നീങ്ങി. കുനിഞ്ഞു നിന്ന് അകത്തേക്ക് നോക്കി. ശവപ്പെട്ടി ശൂന്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്രതീക്ഷിതമായ ആഘാതമായിരുന്നു. പക്ഷേ പ്രൊഫസർ തീരെ ചഞ്ചലനായില്ല. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അടിസ്ഥാന കാരണങ്ങളെപ്പറ്റി കൂടുതൽ തീരുമാനം വന്നതായി തോന്നി. അദ്ദേഹം കൂടുതൽ ഉത്സാഹത്തോടെ പ്രവൃത്തി തുടർന്നു. സുഹൃത്തെ, ഇപ്പോൾ വിശ്വാസമായോ? എന്നിലെ താർക്കിക ബോധം ഉണർന്നു. ലൂസിയുടെ മൃതദേഹം ഈ പെട്ടിയിലില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ വ്യക്തമായുള്ളൂ. അതെന്താണ് സുഹൃത്തെ? അതവിടെ ഇല്ലെന്നു മാത്രം. അത് തർക്കമാണ്. പക്ഷേ അതവിടെ ഇല്ലാതിരിക്കാൻ കാരണം എന്താണെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഒരുപക്ഷെ ശവക്കള്ളനായിരിക്കും. പരികർമ്മിയുടെ ആൾക്കാരാരെങ്കിലും അത് എടുത്തുകൊണ്ടുപോയിരിക്കാം. ഞാൻ പറയുന്നത് തികച്ചും അബദ്ധമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ വ്യക്തമായ മറ്റു യാതൊരു കാരണവും പറയാൻ ഞാൻ കണ്ടില്ല. പ്രൊഫസർ ഒന്ന് നെടുവീർപ്പിട്ടു. ഓ ശരി, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വേറെ തെളിവുകൾ കിട്ടേണ്ടിയിരിക്കുന്നു. വരൂ, എൻ്റെ കൂടെ വരൂ. അദ്ദേഹം ശവപ്പെട്ടി മൂടി. സാമാനങ്ങളൊക്കെ പെറുക്കി സഞ്ചിയിലിട്ടു. മെഴുകുതിരി ഊതി. അതും സഞ്ചിയിലിട്ടു. വാതിൽ തുറന്ന് പുറത്തു കടന്നു. തിരിഞ്ഞു നിന്ന് വാതിലടച്ചു പൂട്ടി. താക്കോൽ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇത് സൂക്ഷിച്ചു വയ്ക്കുമോ? നിങ്ങൾക്ക് തികച്ചും വിശ്വാസമാവുമല്ലോ. എനിക്ക് ചിരി വന്നു. താങ്കൾ തന്നെ സൂക്ഷിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഒരു താക്കോൽ കൊണ്ട് എന്താണ്? ഇതിൻ്റെ ഇണത്താക്കോലുണ്ടാവും. അല്ലെങ്കിലും ഇതുപോലെ വേറൊരു താക്കോൽ കിട്ടാൻ പ്രയാസമില്ല. അദ്ദേഹം യാതൊന്നും പറയാതെ താക്കോൽ എൻ്റെ കീശയിലിട്ടു. അതിനുശേഷം പള്ളിവളപ്പിൻ്റെ ഒരു ഭാഗത്ത്
താൻ കാവൽ നിൽക്കാമെന്നും മറ്റേ വശത്ത് ഞാൻ കാവൽ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു മരത്തിൻ്റെ മറവിൽ ഇരുപ്പുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രൂപം ഇരുളിലൂടെ നീങ്ങി മറഞ്ഞു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നിതാന്തമൂകമായ ഏകാന്തതയിൽ ഞാൻ എന്തിനെന്നില്ലാതെ കാത്തിരുന്നു. അധികം കഴിയുന്നതിന് മുമ്പായി അകലെ ഒരു ക്ലോക്കിൽ 12 അടിച്ചു. സമയം അരിച്ചു നീങ്ങിക്കൊണ്ടിരുന്നു. 1 അടിച്ചു, 2. എനിക്ക് തണുത്ത് മരവിച്ച് കോച്ചു വലിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സമയത്ത് ഇത്തരമൊരു സ്ഥലത്ത് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയതിൽ എനിക്ക് പ്രൊഫസറോട് കലശലായ ദേഷ്യം തോന്നി. കൂടെ വന്നതിൽ എന്നോട് തന്നെയും. വല്ലാതെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഏൽപ്പിച്ച ജോലിയെപ്പറ്റി ഓർക്കുമ്പോൾ ഉറങ്ങാനും വയ്യ. ഞാനാകെ കുഴങ്ങിപ്പോയി. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. പള്ളിമുറ്റത്തിൻ്റെ അങ്ങേ അറ്റത്ത് കുഴിമാടത്തിൻ്റെ അരികിലായി ഇരുളിൽ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഒരു വെളുത്ത രൂപം ഒഴുകി വരുന്നതായി എനിക്ക് തോന്നി. അതേസമയം തന്നെ പ്രൊഫസർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കറുത്ത രൂപം അതിൻ്റെ നേരെ ബന്ധപ്പെട്ട് നീങ്ങി. ഞാനും അങ്ങോട്ട് പുറപ്പെട്ടു. വഴിക്കുണ്ടായിരുന്ന കുഴിമാടങ്ങളും സ്മാരകക്കല്ലുകളും ഒക്കെ ചാടിക്കടന്ന് ഞാൻ അങ്ങോട്ട് ചെന്നു. ആകാശം മൂടിക്കിടന്നു. അകലെ എവിടെയോ നിന്ന് ഒരു കോഴി നീട്ടിക്കൂകി. കുറച്ചകലെയായി മരങ്ങൾക്കിടയിലൂടെ കുഴിമാടത്തിന് നേരെയുള്ള വഴിയിലൂടെ ആ വെളുത്ത രൂപം മിന്നിമറഞ്ഞു. കുഴിമാടം മരങ്ങളുടെ മറവിലായിരുന്നു. ആ രൂപം എവിടെയാണ് മറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ആരോ നീങ്ങുന്നതിൻ്റെ നേരിയ സ്വരം ഞാൻ കേട്ടു. ഞാൻ അരികെയെത്തിയപ്പോൾ പ്രൊഫസർ കയ്യിലൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. എന്നെ കണ്ടപ്പോൾ അതിനെ എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ സമ്മതമായോ? ഇല്ല. ഈ കുഞ്ഞിനെ കാണുന്നില്ലേ? ഇതൊരു കുട്ടി തന്നെയാണ്. പക്ഷേ അതിനെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? പിന്നെ അതിന് മുറിവുണ്ടായിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഞങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് ഉറങ്ങുന്ന ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പള്ളിവളപ്പിൽ നിന്ന് പുറത്തു കടന്നു. കുറച്ചകലെ ചെന്ന് ഒരു മരക്കൂട്ടത്തിൽ ചെന്നു നിന്ന് തീപ്പട്ടി ഉരച്ച് ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ തൊണ്ട പരിശോധിച്ചു. അതിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നമ്മൾ സമയത്തിനെത്തി. പ്രൊഫസർ അങ്ങനെയാണ് പറഞ്ഞത്. ആ കുഞ്ഞിനെ എന്തു ചെയ്യുമെന്നൊരു പ്രശ്നമായി. അതിനെയും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ തീർച്ചയായും ഞങ്ങൾ രാത്രി നടക്കുന്നതിനെപ്പറ്റി വിശദീകരിക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ കിട്ടിയെന്നെങ്കിലും വിവരിക്കേണ്ടി വരും. അതിനാൽ രാത്രി കാവലിൽ നടക്കുന്ന ഒരു പോലീസുകാരൻ്റെ ശബ്ദം കേട്ടാൽ അയാൾക്ക് കാണാവുന്ന ഒരിടത്ത് അതിനെ കിടത്തി കഴിയുന്ന വേഗത്തിൽ വീട്ടിലേക്ക് കുതിക്കാൻ ഞങ്ങൾ തീർച്ചയാക്കി. കുറച്ചകലെ പോലീസുകാരൻ്റെ കനത്ത ബൂട്ട്സിൻ്റെ ശബ്ദം കേൾക്കായി. ഞങ്ങൾ കുഞ്ഞിനെ റോഡിൽ കിടത്തി മറഞ്ഞു നിന്നു. അയാൾ ടോർച്ച് അടിച്ചുകൊണ്ട് വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടു. അയാളുടെ അത്ഭുത സ്വരം ഞങ്ങൾ വ്യക്തമായും കേട്ടു. നിശബ്ദരായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. എനിക്ക് ഉറക്കം തീരെ വരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ എഴുതി വെച്ചു. പക്ഷേ കുറച്ചെങ്കിലും ഉറങ്ങാതെ വയ്യ. പ്രൊഫസർ ഉച്ചയ്ക്ക് വിളിക്കും. ഇനി ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലണമെന്നാണ് അദ്ദേഹം ശഠിക്കുന്നത്. സെപ്റ്റംബർ 27. 2 മണിയായി. ഞങ്ങൾ ജോലി ആരംഭിച്ചു. ഉച്ചയ്ക്ക് മുമ്പേ തുടങ്ങിയ ഒരു ശവസംസ്കാരം കഴിഞ്ഞ് വേദന വിതുമ്പുന്ന മുഖവുമായി എല്ലാവരും പുറത്തുപോയി. കാവൽക്കാർ ശ്രദ്ധാപൂർവം പടിവാതിൽ അടച്ചുപൂട്ടി. ഇനി നാളെ പുലരുന്നതുവരെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി പെരുമാറാം. പക്ഷേ പ്രൊഫസർ പറഞ്ഞത് കൂടിയാൽ 1 മണിക്കൂർ മതിയാവുമെന്നാണ്. വസ്തുതകളുടെ ഭീതിതമായ യാഥാർത്ഥ്യം വീണ്ടും എനിക്ക് അനുഭവപ്പെട്ടു. അവിടെ എൻ്റെ സങ്കല്പങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ലെന്ന് തോന്നി. എല്ലാ ശ്രമങ്ങളും തികച്ചും നിരർത്ഥകവും നിഷ്പ്രയോജനകരവുമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അടച്ചുമൂടിയ ഒരു ശവപ്പെട്ടി കുത്തി തുറന്നു നോക്കുക, അതും ഒരാഴ്ച മുമ്പ് മരിച്ച ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ മരിച്ചിരുന്നുവോ എന്ന് നോക്കാൻ. വിഡ്ഢിത്തത്തിൻ്റെ മകുടോദാഹരണം. പോരാത്തതിന് അവളുടെ മൃതദേഹം അവിടെ ഇല്ലെന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞതുമാണ്. ഞാൻ ചുമലൊന്നു കുലുക്കി നിശബ്ദനായി നിന്നു. കാരണം ആരും തന്നെ തടുത്താലും പ്രൊഫസർ താൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാതിരിക്കുകയില്ല. അദ്ദേഹം വാതിൽ തുറന്നു. വീണ്ടും എന്നോട് മുമ്പിൽ നടക്കാൻ ആവശ്യപ്പെട്ടു. അവിടം തലേ ദിവസത്തെ അത്ര തന്നെ വീർപ്പ് മുട്ടിക്കുന്നതായി തോന്നിയില്ല. വാൻ ഹെൽസിംഗ് ലൂസിയുടെ ശവപ്പെട്ടിയുടെ അരികിലേക്ക് നടന്നു. ഞാനും ഒപ്പം ചെന്നു. അദ്ദേഹം കുനിഞ്ഞു നിന്ന് ശവപ്പെട്ടിയുടെ മൂടി വലിച്ചു തുറന്നു. ഞാൻ അത്ഭുതം കൊണ്ട് മലച്ചുപോയി. ലൂസി അവിടെ ഏതാ കിടക്കുന്നു. ശവസംസ്കാരത്തിൻ്റെ തലേദിവസം രാത്രി കണ്ട അതേപോലെ തന്നെ. അല്ല, അവൾ അന്നത്തെക്കാളും അധികം സുന്ദരിയായിരിക്കുന്നു.
മരിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ചുണ്ടുകൾ കുറേ കൂടി ചുവന്നിരിക്കുന്നു. ആ കവിളത്ത് ഹൃദയഹാരിയായ ശോണിമ പരന്നിരിക്കുന്നു. ഇതൊരു കൃത്രിമ ദേഹമാണോ? ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇപ്പോൾ സമ്മതമായോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രൊഫസർ കൈനീട്ടി ആ ചോര ചുണ്ടുകൾ പിടിച്ചു വലിച്ചു. ഞാനാകെ തരിച്ചുപോയി. ആ വെളുത്തു നീണ്ട പല്ലുകൾ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു, കണ്ടോ, ഇപ്പോൾ ഇവയ്ക്ക് മുന്നത്തേക്കാളും മൂർച്ചയുണ്ട്. ഇവ കൊണ്ടാണ്. അദ്ദേഹം മേലെയും താഴെയുമുള്ള ഓരോ നായ്പല്ലുകൾ തൊട്ട് കാണിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചിട്ടുള്ളത്. സെവാഡ്, ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തെല്ല് മടി തോന്നിയെങ്കിലും ഞാൻ വാദിച്ചു നോക്കി. ഇന്നലെ രാത്രിക്ക് ശേഷം ഇവളെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാവാം. അതെയോ? എന്നാൽ ആർ? എനിക്കറിഞ്ഞുകൂടാ. ആരോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൾ മരിച്ചിട്ട് ഒരാഴ്ചയായില്ലേ? മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആരെങ്കിലും ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനെനിക്ക് മറുപടിയില്ലായിരുന്നു. ഞാൻ മൗനം പൂണ്ടു. പക്ഷേ പ്രൊഫസർ എൻ്റെ മൗനഭാവം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി. അദ്ദേഹം യാതൊരു ഭാവഭേദവും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം ആ മൃതദേഹം സശ്രദ്ധം പരിശോധിക്കുകയായിരുന്നു. കൺപോളകൾ വിടർത്തി കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഒരിക്കൽ കൂടി ചുണ്ടുകൾ നീക്കി ആ പല്ലുകൾ പരിശോധിച്ചു. പിന്നെ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇത് എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യമാണ്. അസാധാരണമായ ഒരു ദ്വിമുഖ ജീവിതം. ഇവളെ രക്തരക്ഷസ് കീഴടക്കി ചോര കുടിച്ചത് അബോധാവസ്ഥയിലാണ്, സ്വപ്ന സഞ്ചാരത്തിൽ. ഓ, നിങ്ങൾ മിഴിക്കുകയാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടാ സുഹൃത്തെ, അതൊക്കെ പിന്നീട് മനസ്സിലാക്കാം. ഇവൾ അതേ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ അവനു വന്ന് കൂടുതൽ രക്തം വലിച്ചു കുടിക്കാനും സാധിച്ചു. അബോധാവസ്ഥയിലാണ് ഇവൾ മരിച്ചത്. അതേ അബോധാവസ്ഥയിൽ തന്നെ ഇവൾ ഒരു പ്രേതവുമാണ്. അതുകൊണ്ടാണ് ഇവൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യതിരിക്തയായിരിക്കുന്നത്. സാധാരണയായി പ്രേതം അതിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, ഇവിടെ അദ്ദേഹം ഒരു രക്തരക്ഷസിൻ്റെ വീട് എന്ന് പറയുമ്പോൾ താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൈകൊണ്ട് തൊട്ടു കാണിച്ചു. ആ മുഖം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലായിരിക്കും. പക്ഷേ പ്രേതമാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഈ ആകർഷകത്വം യഥാർത്ഥത്തിൽ മരിച്ചുപോയവരെ ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ കളങ്കത്തിൻ്റെ ഒരംശം പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇവളെ ഈ ഉറക്കത്തിൽ കൊല്ലണമെന്നുള്ളത് കൂടുതൽ വിഷമകരമാകുന്നു. ഇതെന്നെ മരവിപ്പിച്ചു കളഞ്ഞു. വാൻ ഹെൽസിങ്ങിൻ്റെ തത്വങ്ങൾ എന്നിൽ സ്വാധീനം ചെലുത്തി തുടങ്ങുകയാണെന്ന് തോന്നി. പക്ഷേ അവൾ യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നുവെങ്കിൽ കൊല്ലുകയെന്ന് പറയുമ്പോൾ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. വാൻ ഹെൽസിങ് എൻ്റെ നേരെ നോക്കി. എൻ്റെ ഭാവവ്യത്യാസം അദ്ദേഹം ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു. തെല്ലാഹ്ലാദത്തോടെയാണ് അദ്ദേഹം ചോദിച്ചത്, ഇപ്പോൾ വിശ്വാസമായോ? ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഞെരുക്കാതിരിക്കൂ. ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. ഈ ഭയങ്കര കൃത്യം താങ്കൾ എങ്ങനെ ചെയ്യും? ഞാൻ ഇവളുടെ തല വെട്ടിക്കളയും. വായിൽ വെള്ളുള്ളിപ്പൂക്കൾ നിറയ്ക്കും. ദേഹത്തിലൂടെ ഒരു കുന്തം കുത്തിയിറക്കുകയും ചെയ്യും. ഞാൻ ഹൃദയംഗമമായി ആരാധിച്ചിരുന്ന ഒരു പെൺകിടാവിൻ്റെ മൃതദേഹം ഇങ്ങനെ കുത്തിക്കീറുക. അതോർത്തപ്പോൾ ഞാനാകെ വിറച്ചുപോയി. എങ്കിലും ഈ വികാരാവേശം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്ര ശക്തമായിരുന്നില്ല. പ്രേതത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിടിലം കൊള്ളാനും അതിനെ വെറുക്കാനും തുടങ്ങുകയായിരുന്നു ഞാൻ. ഈ പ്രേമം എന്നത് ആത്മനിഷ്ഠമാണോ അതോ വസ്തുപ്രതീതമോ? വാൻ ഹെൽസിങ് എന്തെങ്കിലും സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കുറേയധികം നേരം കാത്തു. പക്ഷേ ചിന്താക്ലാന്തനായി അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ചെയ്തത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്താണ് ഉത്തമമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തു തീർക്കുകയേ വേണ്ടുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യണം. പക്ഷേ കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇതിലും എത്രയോ വിഷമകരങ്ങളായ ആയിരം കാര്യങ്ങൾ. ഇത് സാരമില്ല. ഇപ്പോൾ രൂപം കൊള്ളുന്ന സമയമാണെങ്കിലും അവൾ യഥാർത്ഥമായ യക്ഷി ജീവിതം ഇനിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് അവളിൽ നിന്നുള്ള ആപത്ത് എന്നേക്കുമായി തൂത്തുകളയലാകും. പക്ഷേ പിന്നീട് നമുക്ക് ആർതറുടെ സഹായം ആവശ്യമായി വരും. അപ്പോൾ ഇതെങ്ങനെ അദ്ദേഹത്തോട് പറയും? ലൂസിയുടെ തൊണ്ടയിലെ മുറിവുകൾ നിങ്ങൾ കണ്ടതാണ്. ഇന്നലെ ആസ്പത്രിയിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ തൊണ്ടയിലും യാതൊരു വ്യത്യാസവുമില്ലാതെ അതേപോലെയുള്ള മുറിവുകൾ നിങ്ങൾ കണ്ടു. ഇന്നലെ രാത്രി ഈ ശവപ്പെട്ടി ഒഴിഞ്ഞുകിടന്നതും മരിച്ചൊരാഴ്ച കഴിഞ്ഞിട്ടും കൂടുതൽ അരുണിമ പരന്ന് കൂടുതൽ മനോഹാരിണിയായ അവളുടെ ദേഹം ഇന്നിതിൽ കിടക്കുന്നതും നിങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇത്രയും നിങ്ങൾക്കറിയാം. ഇന്നലെ രാത്രി പള്ളിപ്പറമ്പിലേക്ക് ഉറങ്ങിക്കിടന്ന ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന വെളുത്ത രൂപത്തെയും നിങ്ങൾ കണ്ടിരിക്കുന്നു.
ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നെ ഇതിനെപ്പറ്റി യാതൊന്നും അറിയാത്ത ആർതർ വിശ്വസിക്കുമെന്ന് ഞാൻ എങ്ങനെ പ്രതീക്ഷിക്കും? അവളുടെ മരണശയ്യയിൽ വെച്ച് അവളെ ചുംബിക്കാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ചുമാറ്റി. അപ്പോൾ തന്നെ അദ്ദേഹം എന്നെ സംശയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെനിക്ക് മാപ്പ് തന്നിരിക്കുന്നു. കാരണം ഞാൻ എന്തോ തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്തതാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. എന്തോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചിട്ടതാണെന്ന് അദ്ദേഹം വിചാരിക്കും. മാത്രമല്ല, നാം ഇവിടെ വന്ന് അവളെ കൊന്നത് ഏറ്റവും വലിയ പാതകമായി അദ്ദേഹം കരുതുകയും ചെയ്യും. അപ്പോൾ ചില അബദ്ധധാരണകളാൽ അവളെ കൊന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മളാണെന്ന് അദ്ദേഹം ന്യായമായും വാദിക്കും. അത് അദ്ദേഹത്തിന് ജീവിതാവസാനം വരെ ഒരു മനോശല്യമാകും. എന്തായാലും അദ്ദേഹത്തിന് സമ്മതമാവില്ല. അത് എല്ലാറ്റിലും വെച്ച് കഷ്ടവുമാകും. തൻ്റെ കാമിനിയെ ജീവനോടെ കുഴിച്ചിടുകയാണുണ്ടായതെന്നുള്ള വിശ്വാസം അദ്ദേഹത്തെ തകർക്കും. അവൾ എന്തുമാത്രം വേദന സഹിച്ചിരിക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തെ സ്വപ്നത്തിൽ പോലും ഭയപ്പെടുത്തും. പിന്നെ നാം പറയുന്നത് ശരിയാവാമെന്നും തൻ്റെ കാമിനി ഇന്നൊരു പ്രേതമാണെന്നും അദ്ദേഹം കരുതും. ഹോ വയ്യ. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് എനിക്കറിയാം. ആയിരം ദുരന്താനുഭവങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് സന്തോഷത്തിലേക്ക് എത്താൻ കഴിയൂ. ഈ ലോകം മുഴുവൻ അന്ധകാരാവൃതമായ പോലെ അദ്ദേഹത്തിന് തോന്നിയേക്കും. അപ്പോൾ നമുക്ക് ചുറ്റും നിന്ന് സമാശ്വസിപ്പിക്കാം. ഞാൻ ഉറച്ചു കഴിഞ്ഞു, നമുക്ക് പോകാം. നിങ്ങൾ ഇന്നു രാത്രി മടങ്ങിപ്പോയി അവിടെ ആസ്പത്രിയിലെ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തൂ. ഞാൻ ഇവിടെ പള്ളിപ്പറമ്പിൽ തന്നെ ഈ രാത്രി കഴിച്ചു കൂട്ടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ രാത്രി 10 മണിക്ക് നിങ്ങൾ ഹോട്ടലിലേക്ക് വരൂ. ഞാൻ ആർതറോടും വരാൻ ആവശ്യപ്പെടാം. അവൾക്ക് രക്തം നൽകിയ നല്ലവനായ ക്വിൻസിയോടും വരാൻ പറയാം. അതിനുശേഷം നമുക്ക് ജോലിയുണ്ട്. ഞാനും താങ്കളുടെ കൂടെ പിക്കാഡില്ലി വരെ വരാം. എനിക്കെന്തെങ്കിലും കഴിക്കാതെ വയ്യ. ഇങ്ങോട്ട് തന്നെ തിരികെ വരികയും വേണം. ഞങ്ങൾ കുഴിമാടം അടച്ചുപൂട്ടി പള്ളിപ്പറമ്പിൽ നിന്ന് മതിൽ ചാടി പുറത്തു കടന്നു. വണ്ടി അവിടെ കാത്തു കിടന്നിരുന്നു. ഞങ്ങൾ പിക്കാഡില്ലിയിലേക്ക് പോയി. ഡോക്ടർ സെവാർഡിന് കൊടുക്കാനായി പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഹോട്ടലിൽ കൊടുത്തേൽപ്പിച്ച കുറിപ്പ്. ഇത് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായില്ല. സെപ്റ്റംബർ 27. പ്രിയപ്പെട്ട സെവാർഡ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് കരുതിയാണ് ഞാനിത് എഴുതുന്നത്. ആ പള്ളിവളപ്പിലേക്ക് ഞാൻ തനിച്ചു പോവുകയാണ്. ലൂസിയുടെ പ്രേതത്തിനെ ഇന്ന് പുറത്തു പോകാൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ നാളെ രാത്രി അവൾക്ക് കൂടുതൽ വെമ്പലുണ്ടാകും. കുഴിമാടത്തിൻ്റെ വാതിലിൽ വെള്ളുള്ളിപ്പൂക്കളും കുരിശും വെച്ച് ഞാൻ അവളെ ഇന്ന് പുറത്തു കടക്കാൻ അനുവദിക്കില്ല. അവളുടെ പ്രേതത്തിന് ചെറുപ്പമാണ്, അതിനാൽ വഴങ്ങാതിരിക്കില്ല. ഇന്നു രാത്രി മുഴുവനും ഞാൻ ഇവിടെ തന്നെയായിരിക്കും. എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് പഠിക്കുകയും ചെയ്യാമല്ലോ. ലൂസിയെ എനിക്ക് ഭയമില്ല. പക്ഷേ അവളെ യക്ഷിയാക്കിയവനുണ്ടല്ലോ, അവൻ അവളുടെ കുഴിമാടം അന്വേഷിച്ച് വരാതിരിക്കുകയില്ല. രക്തരക്ഷസുകൾ പല പ്രകാരത്തിലും നമ്മളെക്കാൾ ശക്തന്മാരാണ്. ഇവന് 20 ഒത്ത മനുഷ്യരുടെ ശക്തിയുണ്ട്. കൂടാതെ നമ്മൾ 4 പേരും ലൂസിക്ക് കൊടുത്ത രക്തവും അവൻ കുടിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും പുറമെ അവന് തൻ്റെ ചെന്നായ്ക്കളുടെ സൈന്യത്തോട് കൽപ്പിച്ച് എന്തും ചെയ്യിക്കാം. പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൻ ഇന്നിവിടെ വരികയാണെങ്കിൽ എന്നെ കണ്ടേക്കും. ഒരുപക്ഷെ അവൻ വന്നില്ലെന്നും വരാം. കാരണം ഇപ്പോൾ അവൻ്റെ പ്രവർത്തന രംഗം കൂടുതൽ വിശാലമാണ്. പുതിയ ഇരകൾ ധാരാളമുണ്ട്. ഒരു കൊച്ചുപെണ്ണിൻ്റെ പ്രേതവും കാവലിരിക്കുന്ന ഒരു വയസ്സനുമുള്ള ആ ശവപ്പറമ്പ് ഇപ്പോൾ അവൻ്റെ കണ്ണിൽ നിസ്സാരമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ. ഇതോടൊപ്പമുള്ള കടലാസുകളും ഡയറികളും എല്ലാം എടുത്തു വായിക്കുക. രക്തരക്ഷസുകളുടെ സാമ്രാജ്യത്തിലെ ഏകാധിപതിയായ ആ ഭീകരനെ കൊന്ന് രാജ്യത്തെ അവനിൽ നിന്നും രക്ഷിക്കുക. എങ്കിൽ ഞാൻ പോകട്ടെ. വിട തരൂ. വാൻ ഹെൽസിംഗ്.